അങ്ങനെ ഈ വർഷത്തെ റമളാനിലെ എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണിത്. അത്താഴത്തിന് എണീറ്റ് കുറച്ച് നേരം ഇങ്ങനെ കാലം തൂക്കിയിട്ട് ഇരുന്നിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ ഫ്രഷ് ആയിട്ട് ഫുഡെല്ലാം കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ചോറും താളിപ്പും പിന്നെ ഉണക്കമീനും ആയിരുന്നു. കൂടെ ഒരു പഴം പുഴുങ്ങിയതും ചായയും അതൊക്കെ നിർബന്ധമാണ്. അങ്ങനെ അതെല്ലാം കഴിച്ചത് നിസ്കാരം കഴിഞ്ഞു ഒന്ന് ഉറങ്ങി എണീറ്റ ശേഷമാണ് ഇനിയുള്ളത്. ഇന്നത്തെ ഒരു ദിവസം നമുക്ക് ഉസ്താദിനും ചിലവുള്ളൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് എത്രത്തോളം എടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നറിയില്ല, കാരണം അത്രക്കും തിരക്കായിരുന്നു. എന്നാലും മാക്സിമം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നോമ്പാണെങ്കിലും കുട്ടികൾക്കുള്ളത് ഉണ്ടാക്കണമല്ലോ. അങ്ങനെ അവർക്കുള്ള ദോശയും ചുട്ട് അവരെ കൊണ്ട് കഴിപ്പിക്കുകയും ചെയ്തു. ഇനി നേരെ ക്ലീനിങ് പരിപാടിയിലേക്കാണ് കിടക്കുന്നത്. ആദ്യം എല്ലായിടത്തും അടിച്ച് വാരിയിട്ടു. അതിന് ശേഷത്തെ അലക്കാനുള്ളതെല്ലാം മെഷീനിലും കൊണ്ടുപോയിട്ടിട്ടുണ്ട്. അങ്ങനെ മെഷീനിന് പണി കൊടുത്ത് നമുക്കങ്ങ് പോകാം. ആ പണി തീരുന്നതിന് മുന്നേ നമുക്കുള്ള ബാക്കി പണികളൂടി പെട്ടെന്ന് അങ്ങ് തീർക്കണം. കുറച്ച് ഡ്രസ്സെല്ലാം മടക്കി വെക്കാനുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് ഇനി നേരെ പോയി തുടക്കണം. തുടക്കലെല്ലാം കഴിയുമ്പോഴത്തേനും മെഷീനിൽ കൊടുത്ത പണി അവിടെ തീർന്നിട്ടുണ്ടാവും. എന്തായാലും ഇനി തുടക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് മേലെ കയറിയാൽ മതി. കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്നൊരു സൈറൺ മുഴങ്ങുന്നതായി നമുക്ക് കേൾക്കാം. അങ്ങനെ അതും കഴിഞ്ഞു. ഇനി ഡ്രസ്സെല്ലാം ഒന്ന് അയൽമ എടുത്തിടണം. അങ്ങനെ അതും കഴിഞ്ഞു. ഇനി നമുക്ക് വൈകുന്നേരത്തിനുള്ള സ്നാക്സിന്റെ കുറച്ച് പരിപാടി ഉണ്ടല്ലോ. നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഒരു കുളി അങ്ങ് പാസ്സാക്കാം. അങ്ങനെ കുളി കഴിഞ്ഞു. ഇന്നിപ്പോൾ റെസ്റ്റ് എടുക്കാനൊന്നും സമയമില്ല. പെട്ടെന്ന് തന്നെ നിസ്കാരം കഴിഞ്ഞ് മക്കൾക്ക് ചോറും കൊടുത്ത് നേരെ കിച്ചണിലേക്ക് കയറി. ഒരുപാട് പണിയുള്ള ദിവസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്ന് നമുക്ക് ഉസ്താദിന് ചിലവുള്ള ദിവസമാണെന്ന്. അങ്ങനെ ഉമ്മിപ്പം പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വരുമ്പോൾ സാധനങ്ങളെല്ലാം വാങ്ങിയിരുന്നു. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ അങ്ങ് ഫ്രീസറിൽ നിന്ന് എടുത്ത് മാറ്റി ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റി വെക്കണം. പണ്ടെല്ലാം ചിക്കനും ബീഫും മീനൊക്കെ തൊടാൻ അറുപ്പാണെങ്കിലും ഇപ്പം അങ്ങനെയൊന്നുമില്ല. അങ്ങനെ തന്നെയല്ലേ പഠിക്കുക. ഇന്ന് നമ്മൾ കട്ട്ലേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള പൊട്ടാറ്റോ, ചിക്കൻ, ഉപ്പും കുരുമുളകും കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ഒന്ന് വേവിക്കാൻ വേണ്ടി ഗ്യാസിലേക്ക് വെക്കുന്നുണ്ട്. അങ്ങനെ അത് സെറ്റായി വരുമ്പോഴത്തേന് നമുക്ക് പെട്ടെന്ന് തന്നെ അതിലേക്കുള്ള മസാല അങ്ങ് തയ്യാറാക്കി വെക്കാം. ഓയിലൊഴിച്ച് ആവശ്യത്തിനുള്ള സവാള, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം. ആ സമയം ഉമ്മ ഇവിടെ പത്തിരിക്കുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർക്കാം. ആദ്യം ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല ഇതെല്ലാം ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. പൊട്ടാറ്റോ ഒന്ന് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം എടുക്കാം. നന്നായി മിക്സ് ചെയ്യാൻ പാടുപെട്ടിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി തൂക്കി കൊടുത്താൽ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സ്റ്റവിനാണെച്ചെങ്കിൽ ഒരു റെസ്റ്റ് ഞാൻ കൊടുക്കുന്നില്ല. ഒരു പാന് മാറ്റിയ അടുത്ത പാന് പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം. തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത. അങ്ങനെ പത്തിരി ചുടലും കഴിഞ്ഞു. അതെല്ലാം ഒരു പാത്രത്തിലാക്കി ഞാൻ നേരെ പോയത് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സമയം ഉമ്മയുടെ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഉസ്താദിന് മാത്രമായിട്ടായിരുന്നു സമൂസ. അപ്പോൾ ഒരു 3 എണ്ണം മാത്രമാണ് സമൂസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ബാക്കി ഫുള്ളായിട്ട് കട്ട്ലേറ്റാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. വീട്ടിലെപ്പോഴും സ്നാക്സിൻ്റെ പണി എപ്പോഴും ഫുള്ളായിട്ട് ഏറ്റെടുക്കൽ ഞാനാണ്. എനിക്ക് കുക്കിംഗ് എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇഷ്ടമാണ്. എൻ്റെ വീട്ടിൽ പോയാൽ ഇങ്ങനത്തെ ഓരോന്നും ഞാൻ കറക്കി കുത്തി ഓരോന്നും ഉണ്ടാക്കുമ്പോൾ എൻ്റെ ഉമ്മച്ചി എപ്പോഴും പറയും നിനക്ക് ഭ്രാന്താണ്, വെറുതെ ഒരു ഭാഗത്ത് ഇരുന്നൂടെ നാട്ടോ പറച്ചിൽ. പക്ഷെ നമ്മൾ ഇഷ്ടപ്പെട്ട് എന്ത് ചെയ്യുമ്പോൾ നമുക്കത് കഷ്ടപ്പാടാണെന്ന് തോന്നത്തില്ല. അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഉമ്മാക്കും ഉപ്പാക്കുള്ളത് എപ്പോഴും എയർ ഫ്രൈയിലാട്ടോ ഫ്രൈ ചെയ്യാറ്. ഞങ്ങൾക്ക് മൈദയിലാണ് കോട്ട് ചെയ്യുന്നത്. ഉമ്മാക്കും ഉപ്പാക്കും എഗ്ഗിലാണ് കോട്ട് ചെയ്തിട്ട് വെക്കുന്നത്. അങ്ങനെ എല്ലാം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് എയർ ഫ്രൈയിൽ അങ്ങ് സെറ്റാക്കിയിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റാണ് ഒരു ഭാഗം ഫ്രൈ ചെയ്യാനെടുത്തത്. 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം അതൊന്ന് മറിച്ചിടണം. മറ്റേ ഭാഗം ഒരു 10 മിനിറ്റും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ അത് തിരിച്ചിട്ട ശേഷമാണ് ഞാൻ നിസ്കരിക്കാൻ പോയി. ഞാൻ നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോഴേക്കും അതെല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുത്ത ശേഷം ഞാൻ നേരെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. ആ സമയം ഉമ്മയും താത്തയും കൂടിയാണ് ഉസ്താദിന് കൊണ്ടുപോകാനുള്ളതെല്ലാം പാക്ക് ചെയ്തത്. അതുകൊണ്ട് എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് കൊണ്ടുപോയ ശേഷമാണ് എനിക്കത് ഓർമ്മ വന്നത്, അയ്യോ ഞാനത് വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ളത്. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ഉണ്ടാക്കിയത് മാത്രമാണ് ഉസ്താദിന് വെച്ച് കൊടുത്തിട്ടുള്ളത്. പത്തിരി, ചിക്കൻ കറി, പിന്നെ ഫ്രൂട്ട്സും സ്നാക്സും മാത്രമാണ് വെച്ചിട്ടുള്ളത്. പിന്നെ തരിക്കഞ്ഞിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. ഉമ്മാക്കും ഉപ്പാക്കും ഉസ്താദിനും വേണ്ടിയിട്ടായിരുന്നു തരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ളവരാരും അങ്ങനെ കുടിക്കലൊന്നുമില്ല. എത്ര നേരത്തെ തുടങ്ങിയാലും ബാങ്ക് കൊടുക്കാറാവുമ്പോൾ ഒരു പെടച്ചിലാണ്.
എന്തായാലും ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു 2 മിനിറ്റ് മുന്നെങ്കിലും എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടാവുമേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ നോമ്പുതുറ വിഭവങ്ങൾ. അങ്ങനെ അതെല്ലാം കഴിച്ച് നിസ്കാരവും ഖുർആനോത്തൊക്കെ കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് എടുക്കാം. അത് കഴിഞ്ഞ ശേഷമാണ് പിന്നെ പൊറോട്ടയും ചിക്കൻ കറി ആയിരുന്നു നമുക്ക്. ഇനി ഉസ്താദിന് രാത്രിക്കത്തേക്കും അത്താഴത്തിനും കൂടി ഉള്ളത് കൊടുത്തയക്കണം. ചോറും നല്ല ചെമ്മീൻ കറിയും അതെല്ലാം പാത്രത്തിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഉപ്പേരിയായിട്ട് പയറായിരുന്നു, പിന്നെ മീൻ വറുത്തതും അതെല്ലാം ക്ലിംഗ് റാപ്പിലായിരുന്നു പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അതെല്ലാം വേറൊരു കവറിൽ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ ഉപ്പ അത് കൊണ്ടുപോയി കൊടുത്തോളും പള്ളിക്ക്. അങ്ങനെ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ പണി ഇവിടെ ഫുള്ളായിട്ട് തീർന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം തീരെ റെസ്റ്റ് എടുത്തിട്ടില്ല. അതിൻ്റെതായ വേദനകൾ ശരീരത്തിൽ നല്ലോണം ഉണ്ടായിരുന്നു. എന്തായാലും ഇനി ഒന്ന് പോയിട്ട് റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ ഇന്ന് നമ്മുടെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നൊക്കെ ഇത്രയുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.